12:07 എനിക്ക് ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നത്. എന്തുദ്ദേശിച്ചാണാവോ എഴുന്നള്ളത്? മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട്. കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ല. നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയോടി എന്ന് ചോദിച്ചു. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുവാള എടുത്തു പോട്ടെ നായിന്റെ മോൻ. ഞാൻ പറഞ്ഞു പറയും, ഇനിയും പറയും. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. അപ്പൊ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാ നീ എന്ത് ചെയ്യും? അത് മോശമായി പോയി. നീ ഒഴുക്കി എന്ന് പറഞ്ഞു. നീ എങ്ങനെ പറഞ്ഞോടാ? സോഷ്യൽ മീഡിയ വഴി നമ്മളെ കുറെ പേര് തെറി വിളിക്കുന്നു. അപ്പൊ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റിയല്ല. അതിനു പുറമെ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു തുടങ്ങി. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ തന്നെയാണ്, ദിലീപ് തന്നെയാണ്. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. കൊട്ടേഷൻ കൊടുക്കാൻ വളരെ മിടുക്കനായതുകൊണ്ട് തന്നെ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇത് സഹിക്കാവുന്നതിന് അപ്പുറമായിരിക്കുന്നു. അതിൽ നിന്ന് ഊരിപ്പോരാനും വളരെ മിടുക്കനായതുകൊണ്ട് തന്നെ. ഒരുമാതിരി മറ്റേ ഭാഷ സംസാരിച്ച് എന്റെ വായിന്നൊന്നും കേൾക്കരുത്. ഇതങ്ങനെ തന്നെയാണ് കരുതുന്നത്. മഞ്ഞപ്പിത്തം പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നുന്നു. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.